ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഒരു ക്യാമറ യൂണിറ്റാണ്. ഒരു ആക്ഷൻ ക്യാമറയാണ്. എൻ്റെ കയ്യിൽ ഇതിൻ്റെ മുമ്പ് ഒരു ആക്ഷൻ ക്യാമറ ഉണ്ടായിരുന്നു. Insta360X2 എന്നായിരുന്നു എൻ്റെ പേര്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു അപ്ഗ്രേഡിന് വേണ്ടി Insta360X4 പർച്ചേസ് ചെയ്തിട്ടുണ്ട്. X2 ഞാൻ കൊടുത്തു 2 മാസം മുമ്പ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫുള്ള് അതിൻ്റെ അൺബോക്സിങ്ങും അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമുക്കിനി മുമ്പോട്ട് വീഡിയോയിൽ വെച്ച് കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് മേടിച്ച ഇതാണ് 3 ഐറ്റം. ഇത് മെയിൻ ക്യാമറ യൂണിറ്റ്, ഇത് Insta360X4. ഇത് നമുക്ക് 8K വരെ ഷൂട്ട് ചെയ്യാൻ, വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ട് ഇതിന്. പിന്നെ നിങ്ങൾക്കിത് കാണാൻ സാധിക്കും, നമുക്ക് വെറൈറ്റി ഓഫ് യൂസസിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ പാക്കേജിങ്. ഇത് നമുക്കിനി തുറക്കാം. ഇതിൻ്റെ കൂട്ടത്തിലുള്ള ഇതാ ഇൻവിസിബിൾ സ്റ്റിക്ക്. ഇത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ, എന്നിട്ട് ഈ ക്യാമറ ഷൂട്ട് ചെയ്യാൻ നേരത്തെ ഈ സ്റ്റിക്ക് ക്യാമറേൻ്റെ ഫുട്ടേജ് കാണത്തില്ല, അതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് നമ്മളുടെ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി സാൻഡിസ്കിൻ്റെ എക്സ്ട്രീം SD കാർഡാണ് മേടിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പീഡുള്ള ഒരു കാർഡാണിത്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് ഇതെല്ലാം അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഇതിൻ്റെ പെട്ടി പൊളിക്കാം. ആദ്യത്തെ പ്ലാസ്റ്റിക് ലെയർ കളഞ്ഞ് അപ്പോൾ ഗൈസ്, ഇതാണ് സാധനം. ഇതാണ് നമ്മുടെ മെയിൻ ക്യാമറ. ഇത്രേ ഉള്ളൂ സൈസ്. നമ്മുടെ ഈ ഒരു കയ്യിലിങ്ങനെ ഇത്ര ഒതുങ്ങാനുള്ള ഉള്ളൂ ഈ സാധനം. ഇനി ഇതിനകത്തുള്ള എന്തോ ഗൈസ് നമുക്ക് നോക്കാം. ഇതൊരു ചെറിയ ബോക്സാണ്. മേ ബി ഇതിൻ്റെ ചാർജറും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിനകത്തുള്ളത്. ഇത് ഫസ്റ്റ് ഐറ്റം. ഇത് മിക്കവാറും ഇതിൻ്റെ കവറായിരിക്കും. അതെ ഗൈസ്, ഇത് ഈ ക്യാമറ വെക്കാനുള്ള ഒരു കവർ. ഇതിൻ്റെ മുമ്പേ ഇവർ തന്ന കവർ ഗൈസ്, ഇത് ജസ്റ്റ് ഇങ്ങനെ പൗച്ച് പോലെയായിരുന്നു കയറ്റിയിടുന്നത്. ഇത് കുറച്ചുകൂടെ നല്ലതാണ്. ഇങ്ങനത്തെ ഒരു ഫുൾ സൈസ് കവർ അവർ തന്നത്. ഇത് ഞാൻ പറഞ്ഞില്ല, ചാർജറായിരിക്കും. ഇത് ആ സാധനത്തിൻ്റെ എക്സ്റ്റീരിയറിൽ നമുക്ക് അറ്റാച്ച് ചെയ്യുന്നത് പ്രൊട്ടക്ഷന് വേണ്ടി. ഇത് ക്ലോത്ത്. പിന്നെ വെറുതെ അല്ല ഇത് തുറക്കാതെ. ഇത് അതിൻ്റെ ചാർജറാണ് ഗൈസ്. C2C തന്നെ ആയിരിക്കും. ഇതും വേറെ ഒന്നുമില്ല. ഇതിനകത്ത് വേറെ ഒരു സാധനമുണ്ട് ഗൈസ്, നോക്കാം നമുക്ക്. ഇതെന്തുവാ? എൻ്റെ പൊന്നെ, പുസ്തകമൊക്കെയാണല്ലോ. കുറേ സാധനമുണ്ട്, പഠിക്കാനാണ് ഇതൊക്കെ. ഗൈഡാണ് ഇതെല്ലാം, സേഫ്റ്റി ഗൈഡും കാര്യങ്ങൾ. പിന്നെ എന്തോ ഒരു സാധനം കൂടെ ഉണ്ട്, അത് എന്തോ ബുക്കാണ് ഗൈസ്. ഇത് നമുക്ക് ഇതിനകത്ത് ഇതിൻ്റെ ഒരു ലെൻസ് കവറും ഉണ്ട്. ഞാൻ ഇപ്പോഴേ ഇത് കാണുന്നത്. ഭയങ്കര പാക്കേജിങ് ആട്ടോ. ഇത് ഈ സാധനം ചെറിയ 2 ലെൻസാണ് നമുക്ക് ഇതിൻ്റെ മണ്ടേ വെക്കാൻ. ഇത് നമ്മൾ എങ്ങനെ വെക്കാൻ നോക്കിയാലും ഇതിൻ്റെ ഈ സ്ക്രീനിന്, ഈ ഗ്ലാസ്സിൽ ചെന്ന് തട്ടത്തുള്ളൂ. അപ്പോൾ ഒത്തിരി റഫ് സർഫേസിലാണെങ്കിൽ സ്ക്രാച്ചൊക്കെ വീഴും. പിന്നെ ഇത് നമ്മൾ ഔട്ട്ഡോഴ്സ് യൂസ് ചെയ്യുന്ന ക്യാമറ ആയ കാരണം ഒരു പ്രൊട്ടക്ഷൻ ലെയർ മാത്രമാണ് ഇത്. അപ്പോൾ എന്തായാലും ഇതും കിട്ടിയ നല്ല ഉപകാരം. അപ്പോൾ ഇതാണ് ഗൈസ് ഈ ഫുൾ ബോക്സിൽ വന്ന സാധനം. ഇത് ക്യാമറ, പിന്നെ ഈ പറയുന്ന ഒരു പ്രൊട്ടക്റ്റീവ് കേസ്, പിന്നെ ഇതിൻ്റെ ചാർജർ, പിന്നെ ഒരു ക്ലീൻ ചെയ്യാനുള്ള തുണിയും, പിന്നെ കുറേ അതും ഇതൊക്കെ ഉള്ള ബുക്കും പേപ്പറും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റിക്കും തുറന്ന് നോക്കാം. ഗൈസ്, നമ്മുടെ രണ്ടാമത്തെ പ്രൊഡക്റ്റ് ഇതാണ്, Insta360 ഇൻവിസിബിൾ സെൽഫി സ്റ്റിക്ക്. അപ്പോൾ ഇത് നമുക്ക് ഇപ്പം തുറക്കാം. ഇതാ ഗൈസ് നമ്മുടെ സെൽഫി സ്റ്റിക്ക്. ഇതിങ്ങനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കാം. ഇത് കാണാൻ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല നീളം ഇപ്പം തന്നെ ഉണ്ട്. ഇവിടെ വരെ ഉണ്ട് ഈ സാധനം, ബാക്കി ഇവിടെ വരെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ Insta360
ഇൻവിസിബിൾ സെൽഫി സ്റ്റിക്കാണ് ഇത് ഗൈസ്. പിന്നെ നമ്മുടെ ലാസ്റ്റ് ഐറ്റം നമ്മുടെ ഈ മെമ്മറി കാർഡ് ഗൈസ്. ഇതിട്ടാലേ എന്ത് റെക്കോർഡ് ചെയ്താലും സേവ് ആകത്തുള്ളൂ ഇതിനകത്ത്. ഇത് പിന്നെ പ്രത്യേകിച്ച് കീറാൻ ഒന്നുമില്ല, മൊത്തം കൂടെ അങ്ങ് വലിച്ച് കീറാം. ഇതാ ഗൈസ്, മെമ്മറി കാർഡും ഉണ്ട്, അഡാപ്റ്ററും ഉണ്ട് ഇതിൻ്റെ കൂടെ തന്നെ. അപ്പോൾ ഇതാണ് നമ്മുടെ തേർഡ് ഐറ്റം ഗൈസ്. ഞാനിപ്പം വരെ ഇത് ചാർജ് ഒന്നും ചെയ്തിട്ടില്ല, അതിൻ്റെ ടേപ്പ് പോലും ഇളക്കിയിട്ടില്ല. എന്നാലും നമുക്ക് നോക്കാം, ഇച്ചിരെങ്കിലും ചാർജ് കാണും ഇതിനകത്ത്. അപ്പോൾ ഇത് ബാറ്ററീൻ്റെ കമ്പാർട്ട്മെൻ്റ് ഗൈസ്. ഇത് നിങ്ങൾക്ക് കാണാം, ഇതാ ബാറ്ററി. ഇതിൻ്റെ ഇത് എത്ര mAh നോക്കട്ടെ, 2290 mAh ബാറ്ററി. അത് IX2-ന് ചെറിയ ബാറ്ററിയാണ്, ഇതിന് കപ്പാസിറ്റിയും കൂടുണ്ട് ഈ ബാറ്ററിക്ക്. പിന്നെ നമ്മൾ SD ഇടുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെയാണ് SD എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് ഇതാണ് നമ്മുടെ മെമ്മറി കാർഡ്. ഇത് ഇടുന്ന ഇങ്ങനെ ആയിരിക്കണം. ഒരു ക്ലിക്ക് ചെയ്യട്ടെ, കറക്റ്റാണ് സാധനം. എന്നിട്ട് നമ്മൾ ബാറ്ററി ബൈക്കായിട്ട് കയറ്റിയിടാം. ഓൺ പവറിൻ്റെ ബട്ടൺ ഇവിടെ ഉണ്ട് ഗൈസ്. ഇതിൻ്റെ സെറ്റപ്പൊക്കെ ചെയ്ത് നമുക്ക് ഇംഗ്ലീഷ് ആവേണ്ട. ഇത് ടച്ച് സ്ക്രീനാണ് കേട്ടോ ഈ സ്ക്രീന്. നെക്സ്റ്റ് പ്ലീസ് ഡൗൺലോഡ് ഈ ആപ്പ് എൻ്റെ കയ്യിലുണ്ടതോ. അപ്പോൾ ഗൈസ് നമ്മളിത് ഓണാക്കി സ്ലൈഡ് ഡൗൺ ടു ആക്സസ് സെറ്റിങ്സ്. ഇതിൻ്റെ സെറ്റിങ്സ് എല്ലാം ഇവിടെ സ്വൈപ്പ് റൈറ്റ് ടു Insta360. അത് എന്തോ സബ്സ്ക്രൈബൊക്കെ ചെയ്യണം, ഇത് പിന്നെ ചെയ്യാം. ഇത് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ. നമുക്കിനി സെലക്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് കളറ്, ഏത് കളർ വേണം, ഇങ്ങനത്തെ ടോൺ വേണം അഡ്ജസ്റ്റ് ചെയ്യാം. സ്റ്റാൻഡേർഡ് തന്നെ വെക്കാം. വിഡ് വെച്ചാലും ഇത് നിങ്ങൾക്ക് തന്നെ തിരിച്ച് റിട്ടേൺ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും കേസിനകത്ത്. സ്റ്റാൻഡേർഡ് തന്നെ ഇരിക്കട്ടെ. പിന്നെ എന്തൊക്കെയുണ്ട്, ഓട്ടോ, മാനുവൽ, ഇതൊക്കെ കളർ അഡ്ജസ്റ്റ് ചെയ്യുന്ന സെറ്റിങ്സിൻ്റെ സംഭവമൊക്കെ ഗൈസ്. ആപ്പ് ഡിസ്കണക്ട്, ഇത് നമ്മളൊരു ആപ്പ് വഴിയാണ് ചെയ്യുന്നത്. അപ്പം ആ ആപ്പും ഞാൻ ഇപ്പോൾ ഈ ഷൂട്ട് ചെയ്യുന്ന ഈ ഫോണിൽ തന്നെയാണ്. അത് ഡിസ്കണക്റ്റ് ആയതാണ്. അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗൈസ്, ഈ ക്യാമറ കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന്. റെസൊല്യൂഷൻ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. 8K, 5.7, 5.7, 4K 30 നമുക്ക് സെറ്റ് ചെയ്യാം. നോ ഫയൽസ്, ഗോട്ട് ഇറ്റ്. ഓക്കെ, ഇത് കണ്ടോ ഗൈസ്. ഇത് നമുക്ക് ഫുൾ, ഈ സാധനം ഞാൻ അനക്കുന്നില്ല ക്യാമറ. എന്നിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് നമുക്കിത് കണ്ടോ, ഫുൾ 360 വ്യൂ, മേളിലും താഴെയും എങ്ങോട്ട് വേണേലും നമുക്കിത് എടുക്കാൻ പറ്റും ഗൈസ്. ഇതാണ് നമ്മുടെ Insta360 X4 എന്നുള്ള വീഡിയോ. ഇപ്പോൾ ഇതിനകത്ത് അധികം ചാർജ് ഇല്ല, എന്നാലും ജസ്റ്റ് ഞാൻ ഇത് കാണിക്കാൻ വേണ്ടി ഓൺ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്ക് എങ്ങനെ വേണേലും ഇതെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് കുറേ വീഡിയോകൾസ്, ഷോർട്സ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും ഇനിയും അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ. അപ്പോൾ ഗൈസ്, ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത ഒരു സംഭവമായിട്ട് നമുക്ക് പിന്നീടും കാണാം.